ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സം ഓഫ് മെട്രീസസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ മെട്രീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി മാത്സിൽ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റാണ്. നമുക്ക് അതിൽ റോസും കോളംസും വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സോ അതിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം കൂടി നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ സി പ്രോഗ്രാം ചെയ്യുന്നത് ഹാഷ് ഇൻക്ലൂഡ് stdio ഹെഡർ ഫയൽ കൊടുത്തു, io.h ഹെഡർ ഫയൽ കൊടുത്തു. മെയിൻ പ്രോഗ്രാം വോയിഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വോയിഡിനകത്ത് ഇൻറ്റീജർ ടൈപ്പിൽ നമ്മൾ റോയ്ക്ക് ആർ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു, സി എന്ന് പറയുന്നത് കോളം വേരിയബിൾ ആയിട്ട് കൊടുത്തു, ദെൻ ഐ ജെ എന്ന് പറയുന്നത് റോയ്ക്കും കോളത്തിനുള്ള ഐ ജെ വേരിയബിൾസ് കൊടുത്തു. ഇനി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് മെട്രീസസ് അതിൻ്റെ സമ്മാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ സം ഓഫ് മെട്രീസസ് ആണല്ലോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു മെട്രിക്സിനെ പ്രിന്റ് ചെയ്യണം, സെക്കൻഡ് അടുത്ത മെട്രിക്സിനെ പ്രിന്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സമ്മ് കാണണം. അതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ ഇത്ര ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ ഈ ഡയലോഗ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈച്ച് ലൈൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ടും ചെയ്യാം. പക്ഷേ ഒരു പ്രോഗ്രാം നമ്മൾ എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ലൈൻ വെച്ച് എഴുതുന്നതായിരിക്കും ബെറ്റർ. നല്ല ഭംഗിയിൽ തന്നെ ഔട്ട്പുട്ട് വരുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഒരു കറക്റ്റ് നല്ല ഒരു ഇമ്പ്രഷൻ തോന്നും ആ ഒരു ആൻസർ കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ഒരു ചെയ്ത പ്രോഗ്രാമിൻ്റെ ആൻസർ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ആൻസർ, കണ്ടു. അപ്പോൾ കറക്റ്റ് എത്ര റോസ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു, എത്ര കോളം ഇൻസേർട്ട് ചെയ്തു, വാല്യൂസ് എത്രയൊക്കെയാണ്, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് സമ്മായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ അത് പ്രോഗ്രാം ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ മിടുക്ക്. അപ്പോൾ ഒരു പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന വേരിയബിൾസ്. ഇനി അതിൽ ഫസ്റ്റ് നമുക്ക് ആവശ്യം എന്താണ്? സം ഓഫ് മെട്രീസസ് എന്ന് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തിരിക്കുകയാണ്. അത് മസ്റ്റ് ആയിട്ട് വേണമെന്നൊന്നുമില്ല, നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ കൊടുത്തുന്നുള്ളൂ. സം ഓഫ് മെട്രീസസ് എന്ന് പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തു. ദെൻ ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എൻ്റർ ദി നമ്പർ ഓഫ് റോസ്. ഓക്കെ, എൻ്റർ ദി നമ്പർ ഓഫ് റോസ്. എന്നിട്ട് നമ്പർ ഓഫ് റോസിൽ ഇൻറ്റീജർ ആയതുകൊണ്ട് തന്നെ മോഡ് ഡി വെച്ച് റീഡ് ചെയ്തു സ്കാൻ ഓഫ് വഴി. ദെൻ ആംപർസെൻഡ് ആർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്തു. ഇപ്പോൾ ആറ് വെച്ചിട്ടാണ്, ആറിലാണ് ഞാൻ നമ്പർ ഓഫ് റോസിന് കൊടുക്കുന്നത്. ദെൻ നമ്പർ ഓഫ് കോളത്തിന് നമ്മൾ എന്താണ് സി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾസ് റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ എൻ്റർ ദി എലമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് അറേ. ഫസ്റ്റ് അറേയുടെ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാനായിട്ട് പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ദെൻ ഇതിനകത്ത് 4i = 0, നമ്മൾ 0 ഇൻഡീസസ് തൊട്ടിട്ടാണ് നമ്മൾ അറേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ i = 0, i <r. നമ്മൾ കൊടുത്തിരിക്കുന്ന സൈസ് r ഇപ്പോൾ 2 ആണെങ്കിൽ ആ 2ന് സൈസിന് താഴെ എന്നുള്ള രീതിയിലാണ് ഇത് വിചാരിക്കുന്നത്. ദെൻ i++, അങ്ങനെയാണെങ്കിൽ 4j = 0, j c. j ആകുമ്പോൾ എന്തിനാണ്? കോളം എലമെൻസിന് റീഡ് ചെയ്യാനായിട്ടാണ്. j = 0, j c, j++. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ റീഡ് ചെയ്യാണ് ചെയ്യുന്നത് സ്കാൻ ഓഫ് മോഡ് ഡി ഫസ്റ്റ് ഓഫ് ഐ ജെ. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സൈസിനനുസരിച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും എലമെൻസിനെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഐ ജെ എന്ന് പറയുന്നത് ഫസ്റ്റ് അരയിലേക്കുള്ള ഐ ജി കോളം റോ വാല്യൂസ് ആണ് പോകുന്നത്. നമ്മൾ റീഡ് ചെയ്ത് കൊടുക്കുന്നത്. റീഡ് ചെയ്യാന്ന് മീൻസ് നമ്മൾ നമ്മുടെ കീബോർഡിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം വാല്യൂസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ പ്രിൻ്റ് ഓഫിൽ ഓട്ടോമാറ്റിക്കലി ഇത് കൊടുക്കാണ്ട് തന്നെ ഫസ്റ്റ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതാണ്, സെക്കൻഡ് എലമെൻറ്റ്സിൻ്റെ അറേ എന്ന് പറഞ്ഞിട്ട് ഇതാണ് എന്നിട്ട് ഓട്ടോമാറ്റിക്കലി പ്രിൻറ്റ് ചെയ്യാം. അത് നമ്മൾ എന്താ പറയുക ഓൾറെഡി ചെയ്ത് വെക്കുന്ന പ്രോഗ്രാം. പക്ഷേ ഇതെന്ന് പറഞ്ഞത് നമ്മുടെ എപ്പോഴും യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസും. നമ്മൾ ചെയ്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, എലമെൻറ്റ്സിനെ റീഡ് ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് അതിനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് റീഡ് ആയിട്ട് വരും. ഇനി ഇതിപ്പോൾ ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ജസ്റ്റ് സെക്കൻഡ് അറേ എന്നുള്ളൊരു ഇത് മാത്രമേ ഇവിടെ ചേഞ്ച് ഉള്ളൂ. ഇവിടെയും സെക്കൻഡ് എന്നുള്ളത്, ബാക്കി എല്ലാം സെയിം തന്നെ സ്റ്റെപ്സ് എഴുതി. അപ്പോൾ എൻ്റെ എലമെൻറ്റ്സ് ഓഫ് ദി സെക്കൻഡ് അറേ എന്ന് പറഞ്ഞിട്ട് i = 0, i <r, i++, for j = 0, j c, j++. ദെൻ അത് സ്കാൻ ഓഫ് ചെയ്തു. എങ്ങനെ? മോഡ് ഡി എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയതുകൊണ്ട് മോഡ് ഡി വെച്ചിട്ട് റീഡ് ചെയ്യുന്നത്. ദെൻ ആംപർസെൻഡ് ഓഫ് സെക്കൻഡ് ഓഫ് ഐ ജെ, അപ്പോൾ ഇവിടെ സെക്കൻഡ് അറേയാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതെല്ലാം ഒരു ലൂപ്പിനകത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് എഫിനകത്ത് സം ഓഫ് എൻറ്റേർഡ് മെട്രിക്സ് അല്ലെങ്കിൽ സം ഓഫ് ദീസ് ടു അറേസ് എന്ന് പറഞ്ഞിട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സമ്മ് കാണണം. അപ്പോൾ സമ്മ് എങ്ങനെ കാണണം? i = 0, i <r, i++,
ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ സി ജെ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് സം ഓഫ് ഐ ജെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സമ്മ് കാണാനുള്ള മെട്രിക്സ്. ആ മെട്രിക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ഐ ജെ പ്ലസ് സെക്കൻഡ് ഓഫ് ഐ ജെ. ഈ രണ്ട് അരേകൾ തമ്മിൽ അരയുടെ കോളും റോയും തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ, അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെ, സ്ലാഷ് ടി കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, ഇവിടെ ന്യൂ ലൈന് വേണ്ടിയിട്ടാണ് ഈ എന്നെ കൊടുത്തിരിക്കുന്നത്. സ്ലാഷ് ടി എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്പേസ് കൊടുക്കാനാണ്, സ്പേസിങ് ടാബിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ മോഡ് ഡി സ്ലാഷ് ടി കൊടുത്തു. ദെൻ സമ്മ് ഐ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നമ്പറിനെ അതിനകത്ത് റീഡ് ചെയ്യണം. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എംപ്രസെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് റീഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എംപ്രസെൻറ്റ് സ്കാൻ ഓഫിൽ കൊടുക്കുള്ളൂ. പ്രിന്റ് എഫിനകത്ത് എംപ്രസെൻറ്റ് നമ്മൾ കൊടുക്കില്ല. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ദെൻ ഒരു ന്യൂ ലൈനും കൂടി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ലൈൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് കഴിഞ്ഞ് അടുത്ത ഒരു ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് റീഡ് ചെയ്ത് വരാനായിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ട് സം ഓഫ് മെട്രീസസ് എന്ന് പറഞ്ഞ ഹെഡിങ് വന്നു. ദെൻ എൻ്റർ ദ നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മളിവിടെ റോസ് അടിച്ചു കൊടുത്തു. എൻഡ് ഓഫ് നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ അടിച്ചു കൊടുത്തു. ദെൻ എൻ്റർ ദ എലമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് അരേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അരയുടെ എലമെൻറ്റ്സ് നമ്മൾ അടിച്ചു കൊടുക്കുക, സെക്കൻഡ് എലമെൻറ്റ്സ് അടിച്ചു കൊടുക്കുക. ദെൻ എൻ്റർ ദി എലമെൻറ്റ്സ് ഓഫ് സെക്കൻഡ് അരേ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് അരേയുടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സം ഓഫ് എൻ്റർഡ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ലൈവായിട്ട് ചെയ്ത് നോക്കാം.